മുറിപ്പാടുകൾ നിറഞ്ഞ മുഖം, ചോരക്കണ്ണുകൾ, രണ്ടാൻ പൊക്കം. കീരിക്കാടൻ ജോസിന്റെ രൂപത്തെപ്പറ്റി തിരക്കഥാകൃത്തായ ലോഹിതദാസ് തന്റെ തിരക്കഥയിൽ കുറിച്ചുവെച്ച വാക്കുകൾ ഇങ്ങനെയാണ്: അക്കാലത്ത് മലയാള സിനിമയിൽ ആ ഒരു രൂപത്തിനോട് അടുത്ത് നിൽക്കുന്നത് ഒരാൾ മാത്രമായിരുന്നു, നമ്മുടെ ക്യാപ്റ്റൻ രാജു. എന്നാൽ ആ രൂപം മലയാളിക്ക് സുപരിചിതമായതിനാൽ കീരിക്കാടൻ ജോസായി ക്യാപ്റ്റൻ രാജുവിനെ തിരഞ്ഞെടുക്കാൻ സംവിധായകനായ സിബി മലയിലും തിരക്കഥാകൃത്തായ ലോഹിതദാസിനും താല്പര്യമുണ്ടായിരുന്നില്ല. പിന്നീട് അന്വേഷണം മലയാളവും കടന്ന് അന്യഭാഷകളിലേക്ക് തിരിഞ്ഞു. അങ്ങനെ അവസാനം അവർ തെലുങ്ക് സിനിമയിലെ പ്രദീപ് ഷെട്ടിയിലെത്തി. എന്നാൽ എന്തോ വ്യക്തമാവാത്ത കാരണങ്ങളാൽ അഡ്വാൻസ് കൊടുത്ത് ഫ്ലൈറ്റ് ടിക്കറ്റും അയച്ചു കൊടുത്ത പ്രദീപ് ഷെട്ടി ആ ദിവസം ഷൂട്ടിങ്ങിനെത്തിയില്ല. കീരിക്കാടൻ ജോസിനായുള്ള അന്വേഷണം തുടർന്നു. അപ്പോഴാണ് ആ സിനിമയുടെ സഹസംവിധായകനായ കലാധരന് തന്റെ സുഹൃത്തായ കേന്ദ്ര സർവീസിൽ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറായി ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരനെ പറ്റി ഓർമ്മ വന്നു. ലോഹിതദാസ് തിരക്കഥയിൽ എഴുതിവെച്ച ആ രൂപത്തിനോട് സാദൃശ്യമുള്ള മോഹൻരാജ്. അപ്പോൾ മോഹൻരാജ് ഏതോ ഒരു തമിഴ് സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. പിന്നെ താമസിച്ചില്ല, കലാധരൻ മോഹൻദാസിനെയും കൂട്ടി നേരെ ചെന്നത് സിബി മലയിലിന്റെ അടുത്തേക്കാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ 6 അടി 3 ഇഞ്ച് ഉയരമുള്ള ചോരക്കണ്ണുള്ള മോഹൻരാജിനെ സിബി മലയിലിന് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം മോഹൻരാജിനെ നേരെ ലോഹിതദാസിന്റെ അടുത്തേക്ക് അയച്ചു. താൻ മനസ്സിൽ കണ്ട തിരക്കഥയിൽ എഴുതി വെച്ച അതേ രൂപം തന്റെ മുന്നിൽ നിൽക്കുന്നത് ലോഹിതദാസ് കുറഞ്ഞ സമയം നോക്കി നിന്നു. പിന്നീടുള്ളതെല്ലാം നമുക്ക് മുന്നിലുള്ള ചരിത്രമാണ്. പ്രേക്ഷകർ ഇന്നും എന്നും ഓർക്കുന്ന കിരീടത്തിലെ കീരിക്കാടൻ ജോസായി മോഹൻരാജ് പിറവിയെടുക്കുകയായിരുന്നു. ഹലോ, നമസ്കാരം. എല്ലാവർക്കും സിനിമാ കമ്പൻ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ വിശേഷങ്ങളും വാർത്തകളുമെല്ലാം പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന ഒരു ചാനലാണിത്. സിനിമയെ ഇഷ്ടപ്പെടുന്നവർ, ഇതുവരെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മണിയൻപിള്ള രാജു, കുട്ടിയടത്തി വിലാസിനി, സ്ഫടികം ജോർജ് തുടങ്ങിയ പേരുകളൊക്കെ മലയാളിക്ക് പരിചിതമാണ്. തങ്ങളുടെ പേരിനോടൊപ്പം തങ്ങൾ അഭിനയിച്ച ആദ്യ സിനിമയുടെ പേര് ചേർത്താണ് പിന്നീട് ഇവരെല്ലാം അറിയപ്പെട്ടത്. എന്നാൽ താൻ അഭിനയിച്ച സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് തന്റെ പേരായി വന്നു ചേർന്ന് സ്വന്തം പേര് നഷ്ടപ്പെട്ട മറ്റൊരു അഭിനേതാവും ചിലപ്പോഴുണ്ടാവില്ല. അതാണ് മോഹൻരാജ് എന്ന കീരിക്കാടൻ ജോസ്. കിരീടത്തിലെ സേതുമാധവനുമായുള്ള കീരിക്കാടൻ ജോസിന്റെ ആദ്യ സംഘടന രംഗമായിരുന്നു ആദ്യമായി അവിടെ ചിത്രീകരിച്ചത്. അഭിനയത്തിന്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്ത ആ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥന് ആകെ കൈമുതലായുള്ളത് ലെവലിലെല്ലാം പങ്കെടുത്ത തന്റെ അത്ലറ്റിക് ശരീരമായിരുന്നു. ആ സംഘടന ഒരു സ്റ്റണ്ട് കോറിയോഗ്രാഫ് ചെയ്ത ഒരു രംഗമായിരുന്നു. എന്നാൽ മോഹൻലാലിന്റെ നിർദ്ദേശാനുസരണം ആ സംഘടന രംഗം വളരെ മികച്ച രീതിയിലാണ് മോഹൻരാജ് പൂർത്തിയാക്കിയത്. ഏതാനും കുറച്ച് രംഗങ്ങളിൽ മാത്രമാണ് ആ സിനിമയിൽ മോഹൻരാജ് പ്രത്യക്ഷപ്പെടുന്നത്. ഒരു 10 മിനിറ്റോളം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു സ്ക്രീൻ സ്പേസ് മാത്രമേ ആ സിനിമയിൽ അദ്ദേഹത്തിനുള്ളൂ. എന്നാൽ സിനിമ ഇറങ്ങിയപ്പോൾ മോഹൻരാജിന്റെ കീരിക്കാടൻ ജോസ് മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു അനശ്വര കഥാപാത്രമായി മാറുകയായിരുന്നു. ഒരു നടനെ സ്വന്തം പേര് പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ ആ കഥാപാത്രമായാണ് പിന്നീട് മോഹൻരാജിനെ പ്രേക്ഷകർ കണ്ടത്. കീരിക്കാടൻ ജോസ് അവർക്ക് സേതുമാധവന്റെ ജീവിതം തകർത്ത, അവന്റെ കുടുംബം തകർത്ത ക്രൂരനായ വില്ലനായിരുന്നു. എന്നാൽ ലോഹിതദാസിനെ സംബന്ധിച്ചിടത്തോളം സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിലെ കീരിക്കാടൻ ജോസിനെ വെള്ളിത്തിരയിൽ കണ്ടപ്പോൾ ആ കഥാപാത്രത്തിനോട് താൻ നീതി ചെയ്തില്ല എന്നുള്ള ഒരു ബോധം അദ്ദേഹത്തിന്റെ മനസ്സിലെപ്പോഴോ കടന്നുപോയി. മറ്റ് കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത ഉൾക്കാഴ്ചയുള്ള ഒരു സമീപനം കീരിക്കാടൻ ജോസിന്റെ കാര്യത്തിൽ വന്നിട്ടില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. ഒരു ക്രൂരനായ ഗുണ്ടയ്ക്കുമപ്പുറം കീരിക്കാടൻ ജോസിനും ചിലത് പറയാനുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയിരിക്കണം. ആ ചിന്തയായിരിക്കും ചെങ്കോൽ ഇറക്കിയപ്പോൾ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കീരിക്കാടൻ ജോസിനെ പ്രേക്ഷകർക്ക് മുന്നിൽ അദ്ദേഹം അവതരിപ്പിച്ചത്. വലിയൊരു കുടുംബമുള്ള, ആ കുടുംബത്തിനോട് സ്നേഹമുള്ള, ഭാര്യയെയും മക്കളെയും അതിയായി സ്നേഹിക്കുന്ന മറ്റൊരു കീരിക്കാടനെയാണ് അവിടെ നമ്മൾ കണ്ടത്. അത് അതുവരെ സേതുമാധവൻ മാത്രമാണ് ശരിയെന്ന് വിശ്വസിച്ച നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതായിരുന്നു. ഒരു ഗുണ്ടയെ തല്ലി തോൽപ്പിച്ച സേതുമാധവനിൽ നിന്നും താൻ ചെയ്ത തെറ്റിന്റെ പശ്ചാത്താപത്തിൽ നീറിപ്പുകയുന്ന സേതുമാധവനെയാണ് ചെങ്കോലിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ സേതുമാധവൻ എന്ന കഥാപാത്രത്തിന് കൂടുതൽ തലങ്ങൾ വരുന്നതും
പൂർണ്ണമാകുന്നതും ചെങ്കോലിലെ കീരിക്കാടൻ ജോസിന്റെ കാഴ്ചയിലൂടെയാണ്. മോഹൻരാജ് കീരിക്കാടൻ ജോസായി മാറിയപ്പോൾ അദ്ദേഹത്തെ ജീവിതത്തിൽ കാത്തിരുന്നത് മറ്റൊരു തിരിച്ചടിയായിരുന്നു. അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ എന്ന അദ്ദേഹത്തിന്റെ ജോലി സിനിമയിൽ അഭിനയിക്കുന്നതിന് മുൻകൂർ അനുമതി വാങ്ങാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. പിന്നീട് ഏകദേശം 15 കൊല്ലത്തോളം അത് തിരിച്ചു കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിന് നിയമയുദ്ധം നടത്തേണ്ടി വന്നു. എന്നാൽ അപ്പോഴേക്കും അദ്ദേഹം തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു നടനായി മാറിയിരുന്നു. സേതുമാധവന്റെ ജീവിതം തകിടം മറിച്ച കീരിക്കാടനെ മറികടക്കാനായില്ലെങ്കിലും ഇന്ദുചൂടനെ വെല്ലുവിളിക്കുന്ന ഭാസ്കരനായും കണിമംഗലത്ത് ജഗന്നാഥന് മുന്നിൽ നിവർന്നു നിൽക്കുന്ന ചെങ്കരം മാധവനായും അയാൾ മാറി. കാസർഗോഡ് കാദർബായ്, ചെങ്കോൽ, ആറാം തമ്പുരാൻ, ഉപ്പുകണ്ടം ബ്രദേഴ്സ്, തമിഴ് ചന്ദ്രമുഖി തുടങ്ങി പല ഭാഷകളിലായി 300-ലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. സ്വാമി അയ്യപ്പൻ, കടമറ്റത്ത് കത്തനാർ തുടങ്ങിയ സീരിയലുകളും അദ്ദേഹം അഭിനയിച്ചു. ദീർഘകാലമായി അദ്ദേഹത്തെ ബാധിച്ച പാർക്കിൻസൺ രോഗം അദ്ദേഹത്തെ ഈ സിനിമാ രംഗത്തു നിന്നും പിന്നോട്ട് പതുക്കെ മാറ്റി. അവസാനം കഴിഞ്ഞ ദിവസം അദ്ദേഹം നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു. ഒരുപാട് ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ കഥാപാത്രങ്ങളെല്ലാം മാഞ്ഞുപോയാലും കീരിക്കാടൻ ജോസ് എന്ന ആ പേര് മലയാളിക്ക് ഒരു കാലത്തും മറക്കാൻ കഴിയില്ല. മുറിപ്പാടുകൾ നിറഞ്ഞ മുഖമുള്ള, 2 ആൾ പൊക്കമുള്ള, ചോര കണ്ണുകളുള്ള കീരിക്കാടൻ ജോസ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.